നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വിനോദ മേഖലയിലെ മിന്നും താരങ്ങളായിട്ടുള്ള ഷാജോണും ടിനി ടോമും ഒരുപാട് കാര്യങ്ങൾ ഇനിയും അവരിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. ഇവരുമായിട്ടുള്ള വർത്തമാനം ഇവിടെ തുടരുകയാണ്. ഈ ഷാജോന്റെ യഥാർത്ഥ കയ്യിലിരിപ്പ് അറിയാവുന്ന ഒരാളാണ് ടിനി. ടിനിയുടെ ഒരുപാട് കുരുത്തക്കേടുകൾ അറിയാവുന്ന ഒരാളാണ് ഷാജോൺ. പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ഒരു തന്ത്രമാണത്, ഇന്ത്യനെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഒന്നിക്കില്ല. അപ്പോൾ എന്നും അവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് വിചാരം. അങ്ങനെ ഒരു കാര്യം നടക്കില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന സ്ഥിതിക്ക് JB ജംഗ്ഷനിൽ ഇന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടുവോ എന്നുള്ള സംശയത്തിലാണ് ഞാനിരിക്കുന്നത്. അല്ല, അത് പറയാൻ പറ്റില്ല. കുടുംബകലം ഉണ്ടാവോ? ഇല്ല, കുടുംബകലം ഉണ്ടാകുന്ന ശ്രദ്ധകളൊന്നും അല്ലത്. സ്കൂളിൽ പഠിക്കുമ്പോൾ SFI ആയി, കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉഴപ്പാൻ പറ്റുന്നത് KSU ആയതുകൊണ്ട്. ഞാൻ ഒരു ഈ സാറ് എങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന ചരിത്രം എങ്ങനെ കിട്ടി? എനിക്കറിയാം. അപ്പോൾ ആ ID കാർഡ് കൊണ്ടുപോയിട്ട് എൻ്റെ പേര് എഴുതി വെച്ചിരുന്നു, ഇവന് ഒരിക്കലും ഇനി ഇവിടെ അഡ്മിഷൻ കൊടുക്കരുത്. മഹാരാജാസിൽ അടി കിട്ടാത്ത ഏക KSUക്കാരൻ. അപ്പം ഞാനും അവനും ഇങ്ങനെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാനൊരു ഒറ്റ കരച്ചിലും അവനൊരു കെട്ടിപ്പിടുത്തു. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ മാത്രമല്ല, ആകസ്മികതകൾ ഷാജോൺ ഇങ്ങനെ പിടികൂടുകയാണ്. എല്ലാം ഡൂപ്പായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു നമ്മളോട് തന്നെ ഒരു വിഷമം ഉണ്ടാവുക ഒട്ടും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി, അവൾ ഈ കയ്യിൽ കിടന്ന് പടങ്ങി മരിച്ച ഞാൻ മറക്കണോന്ന്. എൻ്റെ ശരീരം മാത്രമല്ല മുഖവും കാണിക്കണമെന്ന് പറഞ്ഞു. കാരണം ശരീരം വിറ്റ് ആദ്യമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. അവൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് നിസ്സാര പണിയല്ലേ, എന്നാലും പിടിച്ചു നിൽക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. യെസ്, 50,000 rupees. മായേ മായേ നീയൻ കാണാക്കൂട്ട് പൊട്ടിപ്പോയേ എൻ്റെ ചങ്കിൻ പൂട്ട് കനവുകളെല്ലാം ഓരോ പൈകിളി പോൽ നിന്നി. അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഷാജഹാൻ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, VS എപ്പോഴും അദ്ദേഹത്തിനെ അനുകരിക്കുന്നത് ആസ്വദിക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട്. പക്ഷെ ഇത് വളരെ മോശമായിപ്പോയി. ബെഡ്റൂമിലോട്ട് കയറിയതും വൈഫ് കുറ്റി അങ്ങ് ഇട്ടിട്ട് രണ്ടുപേരും കൂടി ഇടിയായിരുന്നു എനിക്കിട്ട്. നല്ല ഇടി പുറത്തിനുണ്ട്. നമ്മളെപ്പോഴും ഇനി പറയാൻ പോകുന്ന കള്ളായിരിക്കും. നമ്മളിത് തമാശക്കാർന്ന് എടുക്കുകയും ചെയ്യണം. എന്താ ഉള്ളത് പറയുകയും. പ്രിയാമണി കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുകയും അങ്ങനെ ആയിരിക്കണമല്ലോ ഈ ഒരു പരിപാടിയിൽ ഉത്തരം പറയേണ്ടത്. മൈ ബോസ് ഒരു ഹിറ്റായി കഴിഞ്ഞിട്ട് ഒരു സെന്നെ വിളിച്ചു. കോമഡി മാത്രമേ ചെയ്യുള്ളൂ, നെഗറ്റീവ് ഒക്കെ ചെയ്യാൻ താല്പര്യമാണ്. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ആരും തരുന്നില്ല. എന്ത് ചെയ്യാനാണ്? നമ്മുടെ പേരിൻ്റെ ഒപ്പം ഒരു കലാഭവൻ എന്നുള്ളൊരു പേരുള്ളതുകൊണ്ടാണ് ആരും തരാത്തതെന്ന് പറഞ്ഞാൽ ആ സഹദേവൻ്റെ വേഷം ചെയ്യുന്ന ഷാജോൺ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി ഞാൻ. കാരണം കാലിഫോർണിയയിൽ വിളിക്കാൻ നേരത്തെ ഒരു കൺട്രോളർ പറഞ്ഞ് വെറുതെ നമ്പറാണ് പറഞ്ഞത്. ടിനീനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ 15 കേട്ടാ പറയണത്. വെറുതെ നമ്പർ പറഞ്ഞിട്ട് പോയി. ഞാനൊന്നും പറഞ്ഞില്ല. നമ്പർ തന്നെ വേണമെന്നില്ല സാർ, ഒരൊറ്റ മതി. നെഗറ്റീവ് വേഷങ്ങള് നമ്മുടെ സൂപ്പറൻ ചെയ്തിട്ടുണ്ട് ഒരുപാട്. നിരവധി സിനിമകളിൽ. ഇല്ലേ? അല്ല, ജീവിതത്തിലല്ല. ജീവിതത്തിലെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഒരു മാലാഖയുടെ സ്വഭാവം, ഒരു വിശുദ്ധന്റെ ഒരു സ്വഭാവം ഉള്ള വ്യക്തിയാണ് ടിനി ടോം എന്നുള്ള കാര്യം പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്നും കൂടി അടിവരയിടുകയാണ്. നെഗറ്റീവ് റോളുകൾ ഒരു പക്ഷേ നിങ്ങളെന്നുള്ള നടന് കുറച്ചും കൂടി റേഞ്ച് വർദ്ധിപ്പിച്ചു കൊടുക്കും അല്ലേ? കോമഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അല്ലാത്ത നമ്മൾ ചെയ്യുമ്പോഴാണ് ആൾക്കാർ വിളിക്കുക. ഇപ്പോൾ കോമഡി ചെയ്ത് കഴിയുമ്പോൾ അത്രയും വിളി വരില്ലേ? എനിക്ക് തോന്നുന്നു വില്ലൻ ചെയ്തപ്പോഴായിരിക്കും ഷാജോൺ ഏറ്റവും കൂടുതൽ വിളി. നിങ്ങൾ ഇങ്ങനെ ഒരു മുഖം ഉണ്ടല്ലേ, അപ്പോൾ അവിടെയാണ് കൂടുതൽ ആപ്രിസിയേഷൻ കിട്ടുന്നത്. ഷാജോൺ ഇതൊക്കെ ചെയ്ത ശേഷം വീട്ടിൽ ചെന്നപ്പം ഈ സിനിമയെ കണ്ട് മക്കളൊക്കെ ചെറിയ കുട്ടികളല്ലേ, ഇങ്ങനെ ഈ കുറുകുര കഥാപാത്രമൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ലാലിനെ പോലൊരാളെ ഇങ്ങനെ മർദ്ദിക്കുന്നു ആ കുടുംബത്തിനൊരു. അല്ല, എൻ്റെ വൈഫ് സത്യം പറഞ്ഞാൽ ദൃശ്യം കാണുന്നത് 2 ദിവസം മുമ്പാണ്. പക്ഷെ ഷാജോനെ കുറിച്ച് ഇങ്ങനെ ഒരു ഇമേജാണ് ഉള്ളത്, ചിരിപ്പിക്കുന്നത്. ഈ പുള്ളി ഇത്ര ദുഷ്ടനാണോ എൻ്റെ അടുത്ത് ചോദിക്കുക, ഇന്നലെ ചോദിക്കുകയാണ്, ഇങ്ങനൊരു മുഖമുണ്ടോ? അപ്പൊ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തത് സിനിമയാണ്. നമ്മൾ സിനിമാക്കാരനായിരുന്നിട്ടും അത്ര ഇൻഫ്ലുവൻസ് ആയി എന്നുള്ള. ഷാജോനെ അപേക്ഷിച്ച് എത്ര ഭേദമാണ് ഞാനതും കൂടി തന്നെ പറഞ്ഞിട്ട്. അല്ല, ഒരു കുഞ്ഞിനെ അത് ഏറ്റവും കൂടുതൽ ക്രൂവലായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത്. കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യം വരട്ടെ. എനിക്ക് ഷാജോൺ അങ്കിളിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, നമ്മള് സിനിമ ചെയ്തപ്പം എല്ലാവരും നല്ല ജോളിയായിരുന്നു, തമാശയായിരുന്നു. ലാലങ്കിളുടെ കൂടെ ആണെങ്കിലും മീനാൻറ്റിയുടെ കൂടെ ആണെങ്കിലും എൻ്റെ കൂടെ ആണെങ്കിലും സെറ്റ് ഫുള്ള് അങ്ങനെ ജോളിയായിരുന്നു. നമ്മൾ ആ സീൻ ചെയ്ത് കഴിഞ്ഞ് അങ്കിൾക്ക് ഫിലിം കണ്ടപ്പം എന്നോട് അങ്ങനെ ചെയ്തത് അതിൽ അങ്കിൾക്ക് വിഷമമാണോ തോന്നിയത്, അതോ അത് കണ്ടപ്പോൾ എന്തായിരുന്നു അങ്കിളുടെ ഫീലിംഗ്? ഞാൻ പറഞ്ഞു കറക്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് പറയുന്ന പോലെ അതന്നെ
അതാണ് ഇതിൻ്റെ ഒരു മാജിക്കാണ്. ആ കുഞ്ഞിന്റെ കാര്യം കറക്റ്റ്. കുഞ്ഞിൻ്റെ കാര്യമൊന്നും കുഞ്ഞ് വരാതിരിക്കാൻ പറ്റില്ല. ഷാജോൺ, എനിക്കത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സാർ. ഒന്നാമത്തെ കാര്യം എൻ്റെ മോളെ കഴിഞ്ഞും ഏജ് അവർക്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നു എസ്തറിന്. പക്ഷേ ഏകദേശം ശരീരം ഏകദേശം സൈസൊക്കെ ഏകദേശം ഒരുപോലെ. അപ്പോൾ ഇവളെ ഈ കൊച്ചിനെ എസ്തറിനെ തല്ലേണ്ട സമയത്തൊക്കെ എനിക്ക് എൻ്റെ മോളെയാണ് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. പിന്നെ ആ കൊച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അടിക്കുന്ന സംഭവത്തിലൊക്കെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ എങ്ങാനൊന്ന് മുൻപോട്ട് വന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റില്ല ആ അടി. അത് പെട്ടെന്നുള്ളൊരു അടിയാണ്. അപ്പോൾ ജിത്തുവായി പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിന്നിട്ട് ഇനി ഒരു രക്ഷയില്ല, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും സത്യം പുറത്ത് കിടക്കാൻ കൊണ്ടുവരുന്നില്ല, ഇനി ഒരു കച്ചിത്തരുമ്പോൾ ഇവളെ ഉള്ളൂ, ഈ കൊച്ചിനെ തല്ലിയാലേ കൊച്ചു പറയുള്ളൂ എന്നൊരവസ്ഥയിൽ അവസാനം തല്ലിപ്പോവാണ്. അങ്ങനെ ഒരു അടിയായിരിക്കണം ഷാജോൻ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എങ്ങാനും എപ്പോൾ അടിക്കുമെന്ന് എനിക്കൊരു ടൈമിങ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. മുകളിട്ട് അടിക്കും കേട്ടോ എന്നൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ അവൾ റെഡിയായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങാനും ഇങ്ങനെ വീശി അടിക്കുമ്പോൾ ആ കൊച്ച് ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് അവളോട് തമാശകളെല്ലാം ഇങ്ങനെ പറയും. എന്തെങ്കിലുമൊക്കെ ടിഫിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് 2 എക്സ്ട്രാ ഒക്കെ എടുത്തൊക്കെ കൊടുത്ത് ഇവരോട് തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നമ്മൾ നീ ഫ്രണ്ടോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞാണ് ആ സീക്വൻസ് ചെയ്തത്. പക്ഷെ അവൾ ഭയങ്കര മിടുകയാണ്. അവൾ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്തു. അല്ലെങ്കിൽ 1-2 തവണയൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം ചെയ്യുന്ന ഒരു ഇത് കിട്ടില്ല ചിലപ്പം. ഒറിജിനാലിറ്റി ഒറ്റ ടേക്കിൽ തന്നെ അത് ഓക്കെ ആയിരുന്നു. അടിച്ച് വീട്ടുകാർ പോയിട്ട് ഈ സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞത്? വീട്ടുകാർ പോയിട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്തോന്നാ ഒരാഴ്ച സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല. കാരണം ഫസ്റ്റ് ഡേ മുതലുള്ള എല്ലാവരുടെയും ഫോൺ വിളികൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചേട്ടാ ഇപ്പം കിട്ടിയാൽ ഞങ്ങൾ കൈകാലം തല്ലി പിടിക്കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് അവിടെ നിന്നൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഫാൻസ് ലാലേട്ടൻ. അപ്പോൾ രാത്രി അപ്പോൾ ലാലേട്ടൻ വിളിച്ചു, മോനെ നീ സിനിമയ്ക്ക് പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, ഒരാഴ്ചത്തേക്കിന് എന്തായാലും നീ പോകണ്ട തിയേറ്ററിലേക്ക്, എൻ്റെ ഫാൻസാണെങ്കിലും അവരറിയാലോ നിനക്ക്, അതുകൊണ്ട് നീ പോകണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും എന്നൊക്കെ. ലാലേട്ടൻ തമാശ രീതിയിലാണ് ലാലേട്ടൻ അതെന്നോട് പറഞ്ഞെങ്കിലും എനിക്കുള്ളൊരു ഭയം. നമുക്ക് പിന്നെ ഈ ഫോൺ കോൾസ് ഒക്കെ ആയിട്ട് ഒരാഴ്ചക്ക് ശേഷമാണ് ഞാൻ പോകുന്നത്. എറണാകുളത്തൊരു മോളിലാണ് ഞാൻ ഫാമിലിയായിട്ട് ഇരുന്ന് കാണുന്നത്. അപ്പം എല്ലാവരും തുടങ്ങി ഈ ടിക്കറ്റ് എല്ലാവരും കൊടുത്ത് എല്ലാവരും കയറി ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഫാമിലിയായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ടെൻഷൻ മുഴുവൻ എൻ്റെ മോളാണ്, ഇവളെങ്ങനെ ഇത് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ സിനിമ അവൾ ഫുൾ ഇരുന്നിട്ട് മോളെ എങ്ങനെ ഉണ്ട്, അപ്പം സിനിമയല്ല അപ്പോൾ ഒന്നും കുഴപ്പമില്ലപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്ന് അങ്ങോട്ട് കയറി ബെഡ്റൂമിലോട്ട് കയറിയതും വൈഫ് കുറ്റി അങ്ങ് ഇട്ടിട്ട് 2 പേരും കൂടി ഇടിയായിരുന്നു എനിക്കിട്ട്. നല്ല ഇടി പുറത്തിനുണ്ട്. വൈഫ് പറയുന്നത് ലാലേട്ടനെ അങ്ങനെ ഇട്ട് തല്ലിയാനുള്ള ഇടിയാന്ന് പറഞ്ഞ് വൈഫ്. മോള് പറയുന്ന ആ ചേച്ചിനെ എന്നാലും അങ്ങനെ പപ്പ ചെയ്തല്ലേ എന്ന് ചോദിച്ച് അവളും ഒരു 2-3 ഇടി. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മുടെ സ്വന്തം നമ്മളെ ഇതുപോലെ അടുത്തറിയാവുന്നവർക്ക് ഇങ്ങനെയാണത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ഒരു വലിയ വിജയം തന്നെ ആയിരിക്കും മനസ്സിലായി. പക്ഷേ ഇടി നല്ല റൈറ്ററും സംവിധായകനും ചെയ്തു കൊടുക്കുന്ന ഒരു സേവനം. സ്ക്രിപ്റ്റ് തന്നെയാണ് സാർ. സ്ക്രിപ്റ്റ് ഒരു പക്ഷേ ഷാജോൺ എന്നുള്ള ഉരുപ്പരി എങ്ങനെയാണ് അവർ തേച്ച് മേനയ്ക്ക് ശരിപ്പെടുത്തി അവിടെ ആ സിനിമയായിട്ട് വിളക്കി ചേർത്ത്. ഈ പോലീസ് വേഷങ്ങൾ പലതും ഷാജോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പോലീസ് വേറിട്ട് നിൽക്കുന്നു. ആരൊരാൾ പോലീസിനെ കുറിച്ച് സംസാരിക്കാൻ വരുന്നു. വരട്ടെ. അടുത്ത എൻ്റെ ചോദ്യം ഷാജോണിനോടാണ്. ടിനിയെ പോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളാണ് ഷാജോൺ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്നതിൽ എനിക്കൊരല്പം അസൂയുണ്ട് കേട്ടോ. അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്കറിയേണ്ടത് ഷാജോണിൻ്റെ പോലീസ് വേഷങ്ങളുടെ കൃത്യമായ എണ്ണമാണ്. ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ആ എണ്ണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം അതിന് ഗിന്നസ് ബുക്കിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് സത്യമാണോ പറഞ്ഞത്? സത്യമാണോ പറഞ്ഞത്? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ മിക്കവാറും എനിക്ക് തന്നെ ആയിരിക്കും തോന്നുന്നു അങ്ങനെ ഒരു. പിന്നെ മെയിൻ പോലീസ് വേഷം അല്ലല്ലോ സാറേ. നിൽക്കണോ അവിടെ, പിടിയണോ അവനെ, യെസ് സാർ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള വേഷങ്ങളിലായിരുന്നു കൂടുതലും. ഒരു 50 ശരിക്കും ഗിന്നസ് ബുക്കിൽ പേര് വരും. കാരണം ഒരു സിനിമ 10 സെക്കൻഡോടെ ഡബ് ചെയ്ത് പോകും. ഒരു ഫുൾ സിനിമ അതിന് മുമ്പ്, ദൃശ്യത്തിന് മുമ്പ് പോലീസ് വേഷം ചെയ്യുന്ന അല്ലേ? കാര്യം 2 ഡയലോഗ് ഉള്ളൂ, യെസ് സാർ എന്നൊക്കെയുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മുടെ മിമിക്രിക്കാരൊരു മെസ്സേജ് വരെ ഇറക്കിയിട്ടുണ്ട്. ലാലേട്ടൻ ലെഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയ സമയത്ത് നസീർക്ക് എനിക്കൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു. എനിക്കൊരു പിഷാരടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. 3 പട്ടാള സിനിമകളിൽ അഭിനയിച്ച ലാലേട്ടന് ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുക്കാമെങ്കിൽ 75 സിനിമയിലധികം പോലീസ് വേഷങ്ങൾ ചെയ്ത ഷാജോണിനെ ഒരു പാറാവുകാരനെങ്കിലും ആക്കണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് അപ്പൊ അങ്ങനെ ഇതുവരെ ഇറങ്ങി. ഫാദറിന് ഷാജോണിന്റെ ഈ പറഞ്ഞ സിനിമയിലെ വികാസമൊന്നും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല. തിനിയുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. മാത്രമല്ല ആദ്യമൊന്നും പുള്ളി ടിനിയെ വകവച്ചിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് മനസ്സിലൊരു അഹങ്കാരവും അഭിമാനവും തോന്നി തുടങ്ങിയല്ലേ. പക്ഷെ നമുക്ക് കുടുംബത്തിൽ നമ്മളെ ഓമനിച്ച് വളർത്തിയ ആൾക്കാരിൽ ഉണ്ടാകുന്ന വികാരമാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡെന്ന് പറയുന്നത്. ആ ഒരു ധനത്തെ വികാരം എപ്പോഴും ടിനിയെയും എവിടെയൊക്കെ പോയാൽ പോലും അത് എന്താണ് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയുക പിന്തുണ, അമ്മ, അച്ഛൻ, ഇതൊക്കെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്.
നമ്മൾ ഏത് ഓഫീസിൽ ചെന്നാലും കലാകാരന്മാരോട് പ്രത്യേക സ്നേഹമുണ്ട് മലയാളികൾക്ക്. ഏത് ഉന്നത ഓഫീസറാണെങ്കിലും നേരിട്ട് കയറി ചെല്ലാനുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ VS-ന്റെ ഓഫീസിലേക്ക് എനിക്ക് നേരിട്ട് ഇപ്പോൾ കയറി ചെല്ലാം. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരായിട്ട് അത്ര, അത് എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എൻ്റെ കലാപാരമ്പര്യം ഒന്നുമില്ല. നമ്മൾ എവിടെയോ എന്തോ കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ചാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിലാണെങ്കിലും ഏതൊരു ഓഫീസിലും കയറി ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടിയത് ഈ കലയാണ്, ഈ ചെറിയ മിമിക്രിയിൽ നിന്നുണ്ടായ ബന്ധങ്ങളാണ്. 2014 അവസാനിച്ചത് ചുംബന സമരത്തിലൂടെയാണ്. അപ്പൊ 2014 കണ്ട ഞാൻ ഏറ്റവും നല്ല ചുംബനം എന്ന് പറയുന്നത് ഡൈവോഴ്സായി പോയ രണ്ടാൾക്കാർ വീണ്ടും ഒന്നു ചേർന്നു. സിദ്ദിഖ് ലാൽ അവര് വന്നു ചേർന്നപ്പോൾ അവരൊരു ഉമ്മ വെച്ചു. അപ്പോ അന്ന് ആ വേദിയിൽ ഇപ്പോൾ ഇവർ ചേർന്നിട്ട് ഒരു പാട്ട്, അതെ ഹണീബിയില് ലാലേട്ടനാണ് ആ പാട്ട് പാടിയത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ സിദ്ദിഖ് സാറും കൂടി ചേർന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിൽ പാടിയത് വേറൊരു കക്ഷിയായിരുന്നു, പക്ഷെ ഇത് സിദ്ദിഖ് സാറാണ് പാടുന്നത്. എയർപോർട്ടിൽ ചെന്നാലും സ്വർണം കടത്താന്നല്ല കേട്ടോ സാർ ഉദ്ദേശിക്കും, ചിലപ്പോൾ ചോദിക്കും സ്വർണം കടത്താന്നല്ല ഉദ്ദേശിച്ചത്. അവരെ കാണുമ്പോൾ ഒരു സ്നേഹം, അത് അല്ല അത് ശരിയാണ്. നിങ്ങളെ കസ്റ്റംസുകാരൊന്നും പരിശോധിക്കില്ലല്ലോ. പരിശോധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്നാലും പഴയ പരിശോധന പോലെ മറ്റുള്ളവരെ കാണുന്ന പോലെ ഒന്നും പരിശോധിക്കില്ലല്ലോ. അങ്ങനെയുള്ള ഇതൊന്നുമില്ല. മാർക്ക് ഇട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മാർക്ക് ഇട്ടുണ്ടോ ചെക്ക് ചെയ്യാൻ പറയും. ഇനി ഞാൻ പറയാം എന്തിനാ മാർക്ക് ഇട്ടത്. ചോക്കോട്ടുള്ള മാർക്കല്ലേ? കറക്റ്റ്. ഷാജോൺ എന്തുകൊണ്ടായിരിക്കും ചോക്കോട്ട്? ഈ ടിനി എപ്പോഴും വിദേശത്ത് വരുമ്പോൾ ടിനിയുടെ ബാഗിൽ എന്തുകൊണ്ടാണ് ഈ ചോക്കോണ്ട് മാർക്ക് ഇടുന്നത്? പറ. എന്റെ ഒരു ചോദ്യം ഉത്തരം പറ. ഇലക്ട്രോണിക്സ് ഐറ്റംസ് വല്ല ആയിരിക്കും. ഒന്നും എല്ലാം ഇവിടെ മേടിക്കാൻ കിട്ടും നമുക്കിപ്പോ. രക്ഷപ്പെടുത്തി. ഓക്കെ, ഒരാൾ വരട്ടെ. മോനെ, അമ്മച്ചിയാ, എന്തോ അമ്മച്ചി നിന്റെ കാര്യം പറയേണ്ടത്? കുസൃതിത്തരം തന്നെ ആദ്യം പറയാം അല്ലേ? ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ഭയങ്കര കുസൃതിയായിരുന്നു. ഒരിക്കലും ഇവൻ ചേട്ടനറിയാതെ ഇവൻ പിന്നെ നീന്താൻ പോയി വെള്ളത്തിൽ. നീന്താൻ പോയിട്ട് ചേട്ടൻ എപ്പോഴാണ് ഇവനെ തിരക്കി നടക്കുക, ഇവനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ്. അപ്പം ഇവൻ വടിയൊക്കെ എടുത്ത് ഇവനെ അടിക്കാനായിട്ട് വടിയൊക്കെ എടുത്ത് ഇവൻ പോകുമ്പോൾ ഇവൻ ദൂരേന്ന് വരുന്നത് തന്നെ മോൻ കണ്ട് അല്ലേ? എന്നിട്ട് നീ വെള്ളത്തിൻ്റെ പുറകിൽക്കൂടെ മാറി നീ ഓടി നീ വീട്ടിൽ കയറി വന്ന് അല്ലേ? അതൊക്കെ അമ്മച്ചി ഓർക്കുന്നുണ്ട്. മോനെ, നീ ഇപ്പോൾ സിനിമയിൽ നല്ല തിരക്കാണെന്ന് അമ്മച്ചിക്ക് അറിയാം. പലപ്പോഴും നീ വീട്ടിൽ വരാറുമില്ല. നിന്നെ കാണാൻ തന്നെ ഞങ്ങൾ ആഴ്ചകളോളം നോക്കിയിരിക്കാറുണ്ട്. എന്നാലും ഇതെല്ലാം കാണാൻ ചാച്ചനില്ലല്ലോ എന്നുള്ളൊരു വിഷമം നിനക്കുണ്ടെന്ന് അമ്മച്ചിക്കറിയാം. അതിപ്പോഴും നിനക്ക് മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ചാച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 17 വർഷത്തോളമായി. ചാച്ചനും അമ്മച്ചി ഈ പറയുന്ന പോലെ നമ്മൾ നല്ല കലാകാരന്മാരായിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ചാച്ചൻ. ചാച്ചൻ പോലീസിലായിരുന്നു, അമ്മച്ചി മെഡിക്കൽ കോളേജ് ഹെഡ് നേഴ്സായിരുന്നു. രണ്ടുപേരും ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിലും ഒരിക്കലും ഞങ്ങളെ ഒരു പ്രഷറും ചെലുത്തിയില്ല. നിങ്ങൾ പഠിക്കണം, ഭയങ്കര പഠിച്ചിട്ട് ഗവൺമെൻറ് ജോലി വേണം, ഗവൺമെൻറ് ജോലി മേടിക്കണം എന്ന്. അപ്പം ഞങ്ങൾ മിമിക്രിയോടൊരു താല്പര്യം കണ്ടിട്ട് ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ ഒരു സ്വാതന്ത്ര്യം തന്നു നമുക്ക്. നിങ്ങൾ ആ രീതിയിൽ പോകണം. ഞാൻ പറയാം, ഞങ്ങൾ 2 മണി 3 മണിയൊക്കെ കഴിയുമ്പം പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഞാനും എൻ്റെ ബ്രദറോട് ഇന്നലെ ഇരുന്ന് സംസാരിക്കായിരുന്നു. ഒരു ദിവസം ഒരു ശിവരാത്രിക്ക് 3 പ്രോഗ്രാമാണ് ഒരാൾ പിടിച്ചത്. നമ്മുടെ ടീം ലീഡർ 3 ഷോ പിടിച്ചിട്ട് 3 പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കി. ആ ജീപ്പിലാണെന്നൊക്കെ പോകുന്നത്. ഒരു വെളുപ്പിനെ 5:30-6 മണിയായി ലാസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങളെ വാരിശ്ശേരി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ജംഗ്ഷനിൽ കൊണ്ടിറക്കി ഒരു ജീപ്പ് പോയി. അപ്പോൾ അതിൻ്റെ നമ്മുടെ ടീം ലീഡർ ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിലിങ്ങനെ മടക്കി വെച്ച് തരിക പൈസ തന്നിട്ട് വിട്ടങ്ങ് പോയി വണ്ടി. അപ്പൊ അത് എത്ര പറയില്ല അതൊന്നും, വെച്ചിക്ക് തരിക. ഇനിയാണ് അപ്പം തുറന്നു നോക്കി ചോദിക്കും. അപ്പോൾ ഞാനും ചേട്ടച്ചായുടെ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് 35 രൂപ വെച്ചുള്ളൂ. 35 രൂപ, വെറും 35 രൂപ. പക്ഷേ അതുമായിട്ട് ഞങ്ങൾ അന്ന് ഒരു പരിഭവമൊന്നും പറഞ്ഞില്ല. എന്നാൽ പുള്ളിയോട് പിന്നീട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നൊന്നുമില്ല, നമുക്ക് 35 രൂപ മതി. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴാണേലും എത്ര രൂപ എന്ന് കിട്ടി, ആ പൈസ എന്താ ചെയ്ത്, അങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ എത്ര ലേറ്റായിട്ട് ചെന്നാലും ചാച്ചനും അമ്മച്ചി എഴുന്നേറ്റ് വന്ന് അമ്മച്ചി ബ്രെഡും പോത്തുലർത്തിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. രാത്രി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് അന്ന് ആ പ്രോഗ്രാമിൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഈ ബ്രെഡും ഇറച്ചിയും എല്ലാം കൂടെ കഴിച്ചിട്ടായിരിക്കും വെളുപ്പിനെ കിടക്കുന്നത്. അപ്പോൾ ഇതറിയാവുന്നതുകൊണ്ട് നമ്മുടെ ജയകുമാർ ആണെങ്കിലും അതുപോലെ നസീർ സംക്രാന്തി നസീർക്ക് ആണെങ്കിലും ഒക്കെ ഞങ്ങളോട് വരുന്നു പറയും. ഈ കോളേജ് യൂണിയൻ ഇലക്ഷനിൽ ജയിച്ചിട്ട് ടിനിയേയും കൊണ്ട് ആൾക്കാരിങ്ങനെ ഘോഷയാത്രയായിട്ട് പോകുമ്പോൾ ആ ഘോഷയാത്രയെ കൂടി ചേർന്നിട്ട് പുള്ളി അങ്ങോട്ട് ഡാൻസ് കളിച്ചു. ഞാൻ അറിഞ്ഞില്ല, ബാക്കിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പം നിന്ന് തുള്ളണം. പുള്ളി നല്ല തരിപ്പിലായിരുന്നു. അതെപ്പോഴും തരിപ്പിലായിരിക്കും. ഈയിടെയായിട്ട് മാത്രമല്ല തരിപ്പില്ല. പക്ഷെ സർഗാത്മകത ഒരുപാടുണ്ടായിരുന്നു അല്ലേ? കലാകാരനായിരുന്നു. കല ഇഷ്ടപ്പെടുന്ന ആളാണ്. തിലകൻ ചേട്ടനായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള നടൻ.
അദ്ദേഹത്തിന്. ടിനിയെ അംഗീകരിക്കാൻ വേണ്ടി എത്ര സമയം എടുത്തു? ആദ്യമൊക്കെ എന്തോന്നാണ് ഇവൻ കാണിക്കണമെന്നൊക്കെ ചോദിച്ചു. ഇപ്പോഴും അങ്ങനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. പുറമേക്ക് അംഗീകരിച്ചിട്ടില്ല. ഇല്ല ഉള്ളിൽ അംഗീകരിച്ചിട്ടുണ്ടാവും. ഉള്ളിൽ അംഗീകരിച്ചിട്ടുണ്ടാവും. അംഗീകരിച്ചു എന്നുള്ള കാര്യം ടിനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? അരി മേടിച്ചപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് അവൻ സ്വന്തം സമ്പാദിച്ചു തുടങ്ങി, 2 കാലം നിന്ന് തുടങ്ങി എന്നുള്ള തിരിച്ചറിവ്. വരട്ടെ. ഹായ് ടിനി, ഒരു അത്യാവശ്യ കാര്യം ചോദിക്കുന്നത്. കുറേ നാളായി ഇങ്ങനെ വിചാരിക്കുന്നു, പക്ഷെ നേരിട്ട് ചോദിക്കാൻ പേടിയായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതായത് എന്നെ ടിനിയാണ് ഫീൽഡിൽ കൊണ്ടുവന്നത്. അതിൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ എപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും ടിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് എന്നെ ഫോൺ വിളിക്കുമ്പോൾ എപ്പോഴും വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണല്ലോ വിളിക്കുന്നത്. നല്ലതൊന്നും കണ്ടിട്ട് വിളിക്കുന്നത്. ഞാൻ നല്ല പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്, അത് കണ്ടിട്ടൊന്ന് പുകഴ്ത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നൊരു സന്തോഷ വർത്താനത്തിന് വേണ്ടിയോ ഇതുവരെ എന്നെ ഈ അടുത്ത കാലത്തൊന്നും വിളിച്ചിട്ടില്ല. എപ്പോഴും എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയാൻ വിളിക്കുന്നത്? അത് ഞാൻ കുറേ നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചോദ്യമാണ്. നല്ലത് കാണുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ആൾക്കാർ വിളിച്ചോളൂല്ലോ. നല്ലത് വേറെ ആൾക്കാർ വിളിച്ചോളൂ. കുറെ ആൾക്കാർ വിളിച്ചോളൂ. ചീത്ത കാണുമ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് ചിലപ്പോൾ വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ചില സ്റ്റേജിൽ കയറും, പിന്നെ ഓവറായിട്ട് കോമഡി ചിലതൊക്കെ കാണിക്കുമായിരിക്കും. അപ്പൊ അത് തിരുത്തേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അപ്പൊ അതിന് ഞാൻ വിളിച്ചിട്ട് പറയുന്നത് എന്താന്ന് ഒരു ഗുരുഭൂതൻ എന്ന നിലയിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാം. തെറ്റ് കാണിച്ചു തരുമ്പോഴാണ് നമ്മൾ. പക്ഷേ ഇനി അവളുടെ ഒരു പരാതി എന്താ അറിയോ? ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി ഒന്ന് വിളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു ഫോൺ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം, അതല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഷോ കഴിഞ്ഞിട്ട്, സുബി നിന്റെ ഈ ചോദ്യം വളരെ മനോഹരമായ ചോദ്യമായിരുന്നു, എന്നിട്ട് പിന്നെ 2 വഴക്കും പറഞ്ഞു. ഇങ്ങനെയാണോ ചോദിക്കുന്നത് ഒരു പരിപാടിയിൽ? എന്താണ് മനസ്സിലുള്ളത് അടക്കാൻ പറ്റില്ല, അത് പുറത്തേക്ക് വരും അതല്ലേ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുബി പോകുന്നില്ല, സുബി ഇവിടെ നിൽക്കുന്നുള്ളൊരു വാശിയില്ല. നോക്കണം. ഷാജൻ ചേട്ടാ, നമ്മൾ ദിലീപേട്ടൻ്റെ ട്രിപ്പ് പോയപ്പോൾ ഞാനും ധർമ്മനും ചേട്ടനും ആയിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി ആയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് നിങ്ങൾ 2 പേരുമായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും രാത്രി ധർമ്മൻ നമ്മൾ 2 പേരും കെട്ടിപ്പിടിച്ചൊരു കരച്ചിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അമേരിക്കയിൽ പോയപ്പോൾ എന്താണ് ധർമ്മം കെട്ടിപ്പിടിച്ച് കരയോ? ധർമ്മജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കില്ല. ഹോം സിക്നസ്. അപ്പം അവൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വരുന്നത്. അപ്പം കലാപം മണിച്ചേട്ടൻ, ആവശ്യക്ക, ദിലീപേട്ടൻ എല്ലാവരും ഉണ്ട്. ഒരു വലിയ ഷോയാണ്. ഞാനും ധർമ്മനും ഒരു റൂമിലാണ്. അപ്പം കലാപവും മണിച്ചേട്ടന് റൂമുണ്ട് സെപ്പറേറ്റ്. പക്ഷെ മണിച്ചേട്ടൻ റൂമിൽ കിടക്കില്ല, ഞങ്ങളോട് വന്നേ കിടക്കുള്ളൂ. അപ്പം ഞാനൊരു ദിവസം വെളുപ്പിനൊരു 3:30 ആയപ്പം ആരോ ഇരുന്നിട്ട് ചീത്ത പറയുകയാണ്. എന്തൊക്കെയോ ഭയങ്കര ചീത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 3:30 ഒക്കെ ആയപ്പോഴും ഞാൻ പോയി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ ധർമ്മജൻ കട്ടിലെ എഴുന്നേറ്റിരുന്നിട്ട് ഒബാമനെ ചീത്ത പറയാണ്. നീ ഒറ്റൊരുത്തം കാരണമല്ലാണ് അമേരിക്ക ഉണ്ടായത്, അതുകൊണ്ടല്ലേ എനിക്ക് പ്രോഗ്രാമിന് വരണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ചീത്ത പറയാണ് ഒബാമനെ. അപ്പം അങ്ങനെ ഇവൻ എന്നും കരച്ചില്ല. ആ കരച്ചിലിൻ്റെ കാര്യമാണ് ഇപ്പം സുബി പറഞ്ഞത്. എന്നും പ്രോഗ്രാം കഴിഞ്ഞും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ കരച്ചിലുണ്ടാവും. ധർമ്മേൻ്റെ 2 പേരും ഒരുപക്ഷെ നിങ്ങൾ സിനിമാ ജീവിതത്തിൻ്റെ വഴിത്തിരിവിലാണ്. പ്രധാനപ്പെട്ട ഒരുപാട് വേഷങ്ങൾ നിങ്ങൾ ചെയ്തു. പക്ഷെ ഇനിയും കാലങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. അതിനുള്ള കഴിവുണ്ട്, പ്രാഗൽഭ്യമുണ്ട്, ഇനി പറഞ്ഞ പോലെ മെയ്വഴക്കമുണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനിയും ഒരുപാട് വേഷങ്ങൾ നിങ്ങൾക്ക് മലയാള സിനിമയും മറ്റ് സിനിമകളും, ഈവൻ ബോളിവുഡ് പോലും നൽകട്ടെ. ഹോളിവുഡ് എന്നുള്ള വാക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലേ? ഹോളിവുഡ് പറയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ അല്ല സാർ, പറഞ്ഞോ കാശലൊന്നുമില്ലോ. ഹോളിവുഡ് വേണമെങ്കിൽ പറഞ്ഞു. ഇംഗ്ലീഷിലൊക്കെ കുറച്ച് പ്രാവീണ്യം ഉണ്ടോ? പിന്നെ ഉണ്ടോ? നന്നായി ഇംഗ്ലീഷ് പഠിച്ചിരുന്നോ? ഒന്നും വേണ്ട. നമ്മുടെ കലാഭവൻ മണി എന്ന് പറഞ്ഞ ആൾ എത്ര ഭാഷകളിൽ ഭാഷ പറഞ്ഞു, ഭാഷയിൽ അഭിനയിച്ചു. ആ ഭാഷയെല്ലാം ജനിച്ചപ്പോൾ തന്നെ പുള്ളി പഠിച്ചെടുത്തതല്ലോ. ഭാഷ ഒരിക്കലും നിങ്ങൾക്കൊരു എന്താ പറയാ ബാരിയർ അല്ല. അത് ബാരിയർ അല്ല. ടിനി, ഷാജോൺ, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, ഒരു പക്ഷേ ആ ഒരു കെമിസ്ട്രി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്ന ആ സൗഹൃദത്തിൻ്റെ ഒരു വായ്പ്, അത് ഒരു എന്താ പറയുക, ഒരു നമ്പറിലേക്കും കൂടി ഒന്ന് മാറട്ടെ, ഒന്ന് ട്രൈ ചെയ്യും. അത് നമ്മുടെ സംഗീത നാടക അക്കാദമി ഇതൊരു കലയായിട്ട് ആദ്യം അംഗീകരിച്ചിരുന്നു. മിമിക്രി എന്നുള്ള കല സ്കൂൾ തലത്തിലും അതുപോലെ കോളേജ് തലത്തിലുള്ള മത്സരങ്ങൾക്ക് ഒരു മത്സര ഇനം തന്നെയാണ്. പക്ഷെ അതിനുശേഷം വീണ്ടും പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ അത് മാറ്റി, പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും. അപ്പോൾ അതിന് കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ വീണ്ടും അതിന് നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതൊരു കല തന്നെയാണ്. മിമിക്രി എന്ന് പറയുന്നത് ഒരു മോക്കിംഗ് ആണ്. പക്ഷേ അതിൽ ഒബ്സർവേഷൻ, ആക്ടിങ്ങിൻ്റെ ഒരു ഏട്, ഒരു കഷ്ണം അവിടെ കിടപ്പുണ്ട്. ഇതിനേക്കാൾ വളരെ വളരെ ഭംഗിയായിട്ട് എനിക്കൊരു കവി പറഞ്ഞു തന്നു, ജയകുമാർ ചെങ്ങമ്മനാട് എന്ന് പറയുന്നത്. അതായത് കവികൾ സാധാരണ മിമിക്രിക്കാരെ അംഗീകരിക്കാറില്ല. പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞത് ഇത് വളരെയധികം പഠിപ്പിക്കേണ്ട വിഷയമാണ്.
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇതൊരു വിഷയമാക്കി എടുക്കാം. കാരണം ഈ വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണെങ്കിലും വളരെ ചെറിയൊരു കലയാണെങ്കിലും തൊണ്ടയെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും സ്വരസ്ഥാനങ്ങളും ഉപയോഗിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ ഈ പല ഭാഷകൾ, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ചൈനീസാണ്. പക്ഷെ അതിന് അനുനാസികം മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ മലയാളികൾ പാടുമ്പോഴും അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോഴും മലയാളത്തിൻ്റെ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഖ ഖ ന ഠ ന എല്ലാം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ ഏത് ബുദ്ധിമുട്ടുള്ള ഭാഷയും പെട്ടെന്ന് വഴങ്ങും. അതുകൊണ്ടാണ് മലയാളികൾ നന്നായിട്ട് ഹിന്ദി പറയുന്നതും ചൈനീസ് ഭാഷ പറയുന്നതും അമേരിക്കൻ ആക്സെന്റിൽ ഇംഗ്ലീഷ് പറയുന്നതും ഈ പെട്ടെന്ന് മലയാളികൾ അത് സ്വായത്തമാക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മിമിക്രിയെ ഇങ്ങനൊരു വിഷയമാക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രിക്കാർ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഖണ്ഡ്യം എന്ന ഈ തൊണ്ട കൊണ്ടാണ് ജനാർദ്ദന്റെ ശബ്ദം നമ്മൾ അനുകരിക്കുന്നത്. അത് ഷാജോനടുത്തെ തൊണ്ടയ്ക്കുള്ളിൽ നിന്ന് വരുന്നൊരു ശബ്ദം. ഇനി പപ്പുവേട്ടനൊക്കെ വരുമ്പോഴേക്കും താലവ്യം കുറുനാക്ക് കൊണ്ടാണ്. ഖണ്ഡ്യത്തിൽ നിന്നും താലവ്യത്തിലേക്ക് പോകുന്നു. പിന്നെ സോമൻ ചേട്ടനൊക്കെ വരുമ്പോൾ, സോമൻ സാറൊക്കെ വരുമ്പോൾ താലവ്യം, ഖണ്ഡ്യം, താലവ്യം, പിന്നെ മൂർധന്യം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അതായത് ഈ അണ്ണാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. തിരുമേനി ഈ പച്ചം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല പറഞ്ഞിട്ട് മൂക്ക് പിടിച്ചിട്ടുള്ളൊരു സംസാരമാണ്. അതുപോലെ മമ്മൂക്കയിലേക്ക് എത്തുമ്പോഴേക്കും ദന്ത്യമാവും. തന്നോടല്ലോ പറഞ്ഞത് ഉപയോഗിക്കാം. സുരേഷ് ഗോപിയിലേക്ക് എത്തുമ്പോഴേക്കും ഓഷ്ട്യം, ചുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മിമിക്രിക്കാർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പാട്ടുകാർ ചിലപ്പോൾ ഖണ്ഡ്യം വെച്ചായിരിക്കും ചിലർ പാടുന്നത്, ചിലർക്ക് നെയ്സലായിരിക്കും. ദാസേട്ടൻ ഖണ്ഡ്യമായിരിക്കും. അപ്പൊ ഇത്രയും ഉപയോഗിക്കുന്ന ഒരു കലയാണ് എന്നുള്ളത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഒരു പഠന വിഷയം കൂടി ആക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോ ഒരു പാഠമായി. അതെ, പാഠവസ്തു ഇപ്പൊ ഇറങ്ങാത്ത കാലഘട്ടമാണെങ്കിൽ പോലും ഇനി ഇറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു അധ്യായമായിട്ട് വേണം മാറ്റാൻ. അല്ല, പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെ കോമഡി കണ്ടെത്തുന്നു എന്നുള്ളത്. അത് നിസ്സാരമാണ്. കാരണം നമുക്ക് ഇന്റർനാഷണൽ ന്യൂസ് ചാനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ പുരോഗതിയെ കുറിച്ചാണ്, അടുത്ത 5 വർഷം എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് അവർ ചർച്ച നടന്നത്. ഒബാമയൊക്കെ വരുന്നത് നേരെ നമ്മുടെ കേരളത്തിലെ ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം, സരിത നായർ അതെന്താണ് അതിൻ്റെ ആ വിഷയത്തിലേക്ക് നമ്മൾ ശുഷ്കിക്കുകയാണ്. അപ്പോൾ ഒരു വിഷയം കണ്ടെത്താൻ ഞങ്ങൾ തന്നെ ഇത് കോമഡി ആയിട്ട് ഉണ്ടാക്കി. നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹത്തിന് നമ്മൾ കഥാപാത്രമാക്കാറുണ്ട്. വിഷയമൊന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് അപ്പുറത്തൊരു പയ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു കാക്കവത്തി കടലിട്ടു. പുള്ളി അപ്പം തന്നെ എഴുതി അയ്യപ്പൻ്റെ നിവേദ്യമായ നെയ്യപ്പം ഏതൊരു കാക്ക കോഴിക്കോട് കുത്തിയിട്ടിരിക്കുകയാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് ചോദിക്കാന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് അങ്ങനെ വിഷയം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹ്യൂമർ കണ്ടെത്തേണ്ടത് നമ്മുടെ ഇവിടെ നടക്കുന്ന നമ്മുടെ സമൂഹത്തിലാണ്, നമ്മുടെ പരിസരത്തിലാണ് ഹ്യൂമർ. അതല്ലേ ഒരുപക്ഷെ നിങ്ങളെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പരിചയമുള്ള ആ തലങ്ങളെയാണ് നിങ്ങൾ മിമിക്രിയിലേക്ക് ആവാഹിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ഈ പറഞ്ഞ കോഴിയുടെ ശബ്ദം മറ്റേ എരുമയുടെ ശബ്ദം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് പരിസരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആവാഹിച്ചുകൊണ്ട് അത് ജീവിത സാഹചര്യങ്ങളുടെ എല്ലാ തലങ്ങളെയും നിങ്ങൾ സ്പർശിക്കുന്നുള്ളതാണ് ഒരുപക്ഷെ മിമിക്രിയെ വലിയ ജനകീയ കലയായിട്ട് മാറാൻ വേണ്ടി സഹായിച്ചത്. ടിനിയുടെ മേഖല ഇപ്പം മിമിക്രി അഭിനയമൊക്കെ മാറി ഇപ്പം എന്താണ് തെരുവ് നായകളുടെ മേഖലയിലേക്ക് പ്രവേശിച്ചോ? തെരുവ് നായകളുടെ മേഖല നായ എനിക്കിഷ്ടമാണ്. യഥാർത്ഥത്തിൽ ഞാൻ വീട് പണിയുന്നതിന് മുമ്പ് വീട്ടിലെ പട്ടിക്കൂടെ പണിത്. ഓ ശരി. ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ വീട്ടിലെ പട്ടിയുണ്ട്. പക്ഷെ തെരുവ് നായ എന്ന കാര്യത്തിലേക്ക് എത്തുമ്പോഴേക്കും വളരെയധികം ഉപദ്രവകരമാകുന്നുണ്ട്. അപ്പോൾ അത് എഫക്റ്റഡ് ആയിട്ടുണ്ടോ, അതിൻ്റെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ് ഞാൻ. കാരണം സ്പിരിറ്റ് എന്ന് പറയുന്ന പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ എന്നെ ഇതുപോലെ കടിച്ചു പട്ടി. ഇപ്പോൾ ആടിപ്പോഴും ഉണ്ട്. മട്ടാഞ്ചേരി ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെയൊക്കെ തെളിവുകളും ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ, കോമൺ മാൻ, ഇപ്പോൾ എൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ റോട്ടിൽ പോയി നിൽക്കുമ്പോൾ അഗ്രസീവായിട്ടുള്ള ഇത് ഇഞ്ചക്ഷൻ എടുത്ത് വിട്ടിട്ട് കാര്യമില്ലല്ലോ. കടിച്ചു കഴിഞ്ഞാൽ ആ വേദന ആര് സഹിക്കും, ആ മുറിവ് എങ്ങനെ ഉണക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെയുള്ള പട്ടികളെ കൊല്ലണമെന്ന് പറയുന്നില്ല, അതിനെ മാറ്റി പാർപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു സംഘടന, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിനെ വെട്ടിയെരിഞ്ഞ് കഴിക്കാൻ വേണ്ടി കയറ്റിയേക്കാനൊന്നുമല്ല. കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയും ജോസ് മാവേലിയും IPS ഓഫീസറായ വിജയൻ സാറും MR ഹരിയൻ ജസ്റ്റിസ് ഇവരെല്ലാം ചേർന്നിട്ട് ദേവൻ ചേട്ടനുണ്ട് സിനിമയിൽ, അതുപോലെ തന്നെ ഞാനും. നമ്മൾ അനുഭവസ്ഥനായതുകൊണ്ടാണ്, അല്ലാതെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെടാൻ തുടങ്ങിയല്ലോ എന്ന് ചോദിക്കരുത്. അല്ല, അത് വേണമല്ലോ. അത് കലാകാരൻ അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ടല്ലോ. ആ പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അനുഭവസ്ഥനും കൂടിയാണ്. അപ്പോൾ കോമൺ മാൻ, ഓർഡിനറി മാനിന്
സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് സാറേ ഇത്. ഓഡി കാറിലും BMW പോകുന്നതിനും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഞാൻ സാധാരണക്കാരനായിട്ട് ഒരു സൈക്കിളിലൊക്കെ രാത്രി പോകുന്നവരുടെ ഗതികേടാ. ആ സൈക്കിളിൽ ഞാൻ ഇപ്പോൾ കാലത്ത് ഞാൻ ചവിട്ടാൻ പോകാറുണ്ട്. ഒരു ദിവസം ഞാൻ ഈ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിതയ്ക്കെന്ന് വെച്ചാൽ നോക്കുമ്പോൾ കറുത്തൊരു പട്ടി എന്നെ കടിക്കാന്ന് പറയാം. ഒരു കണക്കിനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം ഇത് സാധാരണക്കാരൻ അനുഭവിക്കുന്ന വേദനയാണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെകുവേരൊന്നും ആവാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ സാധാരണക്കാരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടും അതിന് തിരികെയുടെ എല്ലാവിധ എന്താ പറയുക ഈ മേഖലയിലുള്ള പ്രവർത്തനത്തിന്. പക്ഷേ ടിനി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സൗകര്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ തമാശകൾ മാറ്റി നിർത്തിയാൽ പോലും കലാലയ കാലഘട്ടങ്ങളിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയെ മുൻനിർത്തിയിട്ട് കലാരംഗത്തേക്ക് വന്ന ആൾക്കാരാണ്. അതിൻ്റെ ആ അടിത്തറ എപ്പോഴും നിങ്ങൾക്കുണ്ട്. അതിപ്പോൾ എത്രത്തോളം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ അതിലൊരു കാമ്പുണ്ട്. ആ കാമ്പ് ഒരു പക്ഷേ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഇതുപോലുള്ള സാമൂഹ്യപരമായിട്ടുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായകരമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. സഹായകരമാകണം. അങ്ങനെയാണല്ലോ മനുഷ്യന്മാർ സാമൂഹ്യ ജീവിയാകുന്നത്. നിങ്ങളുടെ സാധ്യതകൾ അനന്തമായിട്ട് മുമ്പോട്ട് പോകട്ടെ. അനുസ്യൂതമായിട്ട് ഒരുപാട് വേഷങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം, എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. ഒരുപക്ഷെ ഒരു ടെലിവിഷൻ പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും അവസാനിപ്പിക്കണം. മറ്റൊരു അവസരത്തിൽ ഇതുപോലെ വീണ്ടും വന്നിരുന്ന് ഇനിയും മതിയായില്ലല്ലോ സാറേ. ഇനിയും വന്ന് ഞാൻ പരാമർശിച്ച ഒരാളെ ഉള്ളൂ, ഇനിയും മറ്റു പലരെയും കൂടി പരാമർശിക്കാനുള്ള ഒരു അവസരം. അല്ലല്ല, നമ്മൾ ആസ്വദിച്ച് അവിടെ ഇവിടെയൊക്കെ തട്ടി തടഞ്ഞൊക്കെ വീണെങ്കിലും ഒരിടത്ത് അപകടത്തിലൊന്നും പെടുത്തില്ല. ഞാൻ വളരെ എന്താ പറയാ, എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കന്യാമറിയത്തിന്റെ മുഖം കാണുന്നത് അത്ര വളരെ കാരുണ്യം വഴി അല്ലല്ലോ അറിയാം. അതുപോലത്തെ ഈ പറഞ്ഞ ഒരു സംസാരമായിരുന്നത്. ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്ത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് JB ജംഗ്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഒരുപാട് താങ്ക് യു അഭിരാമി. വിഷ് യു ദ ബെസ്റ്റ്. അപ്പൊ ഇനിയും വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തിട്ട് വീണ്ടും JB ജംഗ്ഷനിൽ വരണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ട് ടാറ്റ, ബൈ ബൈ.